ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമീസ് ഓൺലൈൻ ക്ലാസ്സസ്. എൻ്റെ പേര് അപ്സര. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സുവോളജി ആണ്. സുവോളജിയുടെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്നുള്ളൊരു ചാപ്റ്റർ. നമ്മൾ ക്രിസ്മസ് എക്സാമിന് എന്തായാലും അത്യാവശ്യം വെയിറ്റേജും ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. 6 മാർക്ക് വരെ ഒരു വെയിറ്റേജ് ആണ് ഈ ഒരു ചാപ്റ്ററിന്റെ. അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് നല്ലപോലെ പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. അപ്പൊ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പിക്ക് ഔട്ട് ദ കറക്റ്റ് പെയർ ഓഫ് ഡിസീസ് ആൻഡ് ഇറ്റ്സ് പാത്തജൻ. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 മാർക്കിനാണ് ചോദിക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? കറക്റ്റ് പെയർ ഓഫ് ഡിസീസും അതിന്റെ പാത്തജനും ഏതാണോ കറക്റ്റ് പെയർ അതെടുത്ത് എഴുതിയാൽ മാത്രം മതി. 1 മാർക്കാണ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഫൈലേറിയ റൈനോവൈറസ്, ടൈഫോയിഡ് സ്ട്രെപ്റ്റോകോക്കസ്. തേർഡ് വൺ ഏതാ? മലേറിയ, പ്ലാസ്മോഡിയം, എസ്കാരിയാസിസ്, എൻഡമീബ. ഏതാണ് ഇതിൽ കറക്റ്റ് എന്നാണ് നമ്മളുടെ ചോദ്യം. ഏതാണ് കറക്റ്റ്? ഫൈലേറിയാസിസ് പരത്തുന്നത് റൈനോ വൈറസ് ആണോ? അല്ല, അത് വൈറൽ ഡിസീസ് ആണ്. ഏതാ? കോമൺ കോൾഡ് ആണ്. അപ്പൊ ഇതല്ല. ടൈഫോയിഡ് പരത്തുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ആണോ? അല്ല, ടൈഫോയിഡ് പരത്തുന്നത് ഏതാണ്? സാൽമോണല്ല ടൈഫി ആണ്. അപ്പൊ ഇതും തെറ്റാണ്. മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയാണ്. പ്ലാസ്മോഡിയാണ് കറക്റ്റ് അല്ലേ? അപ്പൊ അതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. 1 മാർക്കിന്റെ ചോദ്യമാണ്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. അതിന്റെ ഡിഫറൻസ് എഴുതാനാണ് നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഓൾറെഡി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മലേറിയ ഇസ് എ ഡിസീസ് man has been fighting since many years. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? Name the protozoan which cause malaria and the toxic substance released by it. 2 മാർക്കിന്റെ ചോദ്യമാണ്. Name the protozoan. അപ്പൊ നമുക്കറിയാം മലേറിയ ഇസ് എ പ്രോട്ടോസോവൻ ഡിസീസ് അല്ലേ? മലേറിയ ഒരു പ്രോട്ടോസോവൻ ഡിസീസ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആ ഒരു പാത്തജന്റെ പേര് എഴുതാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം മലേറിയയിലെ പാത്തജൻ പഠിക്കുമ്പോൾ 2 ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? പ്ലാസ്മോഡിയം വൈവാക്സും ഉണ്ട്. പിന്നെ ഏതുണ്ട്? പ്ലാസ്മോഡിയം ഫാങ്കിപ്പാരോ ഉണ്ട്. 2 ടൈപ്പ് ആണുള്ളത്. 2 ടൈപ്പ് ആണുള്ളത്. പ്ലാസ്മോഡിയം വൈവാക്സും പ്ലാസ്മോഡിയം ഫാങ്കിപ്പാരോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. And the toxic substance released by it. അത് റിലീസ് ചെയ്യുന്ന ആ പേത്തജന്റെ ശരീരത്തിൽ നിന്ന് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് നമ്മളുടെ ബ്ലഡിലോട്ട് റിലീസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഷിവറിങ് ചില്ലൊക്കെ തോന്നാനുള്ള റീസൺ അതാണ്. അപ്പൊ ആ സബ്സ്റ്റൻസിന്റെ പേരെന്താണ്? ആ സബ്സ്റ്റൻസിന്റെ പേരെന്താണ്? ഹീമോസോയിൻ എന്നാണ് ആ ഒരു സബ്സ്റ്റൻസിന്റെ പേര്. അതും കൂടി പഠിച്ചു വെക്കുക. ആ സബ്സ്റ്റൻസിന്റെ പേരെന്താണ്? ഹീമോസോയിൻ ആണ് ആ സബ്സ്റ്റൻസിന്റെ പേര്. അപ്പൊ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. 2 മാർക്കിന്റെ ചോദ്യമാണ്. പാത്തജന്റെ പേര് എഴുതുക. ആ ഒരു ഡേഞ്ചറസ് ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ പേര് കൂടി എഴുതുക. ഏതാണ്? ഹീമോസോയിൻ. ദാറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ദി പാത്തജൻ ഇൻടു ദി ബ്ലഡ് ഓഫ് അവർ ബോഡി. ഓക്കെ. ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Innate immunity is characterized by providing different types of barriers. നമുക്കറിയാം നമ്മളുടെ innate immunity ഇൻബോൺ ഇമ്മ്യൂണിറ്റി ആണ്. ജന്മനാ നമ്മളുടെ ശരീരത്തിന് ലഭിച്ചിട്ടുള്ള ഇമ്മ്യൂൺ പവേഴ്സ് ആണ് നമ്മൾ അതിൽ പഠിക്കാറുള്ളത്. ഓക്കെ. ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബാരിയേഴ്സ്. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ? Name the 4 types of barriers of innate immunity. innate immunityയിലുള്ള 4 ടൈപ്പിലുള്ള ബാരിയേഴ്സിന്റെ പേര് എഴുതാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ പേര് എഴുതണേന്റെ ഒപ്പം തന്നെ നമുക്ക് എന്തും കൂടി പഠിക്കുക. അതിന്റെ ആ ഓരോ ബാരിയേഴ്സിന്റെ എക്സാമ്പിൾ കൂടി നമുക്ക് പഠിച്ചു പോകാം. അപ്പൊ ഫസ്റ്റ് വൺ എഴുതാണ്. ഫസ്റ്റ് ബാരിയർ ഏതാ? ഫിസിക്കൽ ബാരിയേഴ്സ്. ഫസ്റ്റ് ബാരിയർ ആണ് ഫിസിക്കൽ ബാരിയേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് വൺ ആണ് ഫിസിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയേഴ്സിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത് സ്കിന്നും മ്യൂക്കസ് കോട്ടും ആണ്. ഫസ്റ്റ് ഫിസിക്കൽ ബാരിയേഴ്സിന് എക്സാമ്പിൾ. നെക്സ്റ്റ് വണ്ണാണ് രണ്ടാമത്തെ ബാരിയർ ആണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്.
ബാരിയേഴ്സ്. ഫിസിയോളജിക്കൽ ബാരിയേഴ്സിൽ നമുക്ക് 3 എണ്ണാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ആസിഡ് ഇൻ സ്റ്റൊമക്. നമുക്കറിയാം നമ്മുടെ വയറ്റിൽ HCl ആസിഡിന്റെ പ്രസൻസ് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ആസിഡ് ഇൻ സ്റ്റൊമക്. ആദ്യത്തെ എക്സാമ്പിൾ ആണ് ആസിഡ് ഇൻ സ്റ്റൊമക്. പിന്നെ നെക്സ്റ്റ് വൺ സലൈവ ഇൻ മൗത്ത്. നെക്സ്റ്റ് വൺ ആണ് സലൈവ ഇൻ മൗത്ത്. പിന്നെ നമ്മൾ കരയുമ്പോൾ ടിയേഴ്സ് വരും. അതിൽ എന്തുണ്ട്? ലൈസോസൈം എൻസൈം ഉണ്ട്. അപ്പൊ അതാണ് നമ്മളുടെ നെക്സ്റ്റ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. ഏതാണ്? നെക്സ്റ്റ് വൺ ആണ് ടിയർ ഫ്രം ഐസ്. ഓക്കെ, ഇനി നമ്മൾക്ക് രണ്ടെണ്ണം നമ്മൾ എഴുതി, ഫിസിക്കൽ ബാരിയേഴ്സും ഫിസിയോളജിക്കൽ ബാരിയേഴ്സും. നെക്സ്റ്റ് വൺ ഏതാ? സെല്ലുലാർ ബാരിയേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് സെല്ലുലാർ ബാരിയേഴ്സ് ആണ്. അതിൽ നമുക്കറിയാം WBC കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, നമുക്കറിയാം. അപ്പൊ ഏതെങ്കിലും 2 എക്സാമ്പിൾ പഠിച്ചു വെക്കാം. PMNL എഴുതാം നമുക്ക്. ല്യൂക്കോസൈറ്റ്സ് ആണ്. പിന്നെ നമുക്ക് മാക്രോഫേജസ് എഴുതാം. മാക്രോഫേജസ് എഴുതാം. 2 എണ്ണം എഴുതുന്നുള്ളൂ. നെക്സ്റ്റ് 4th വൺ ആണ് സെല്ലുലാർ ബാരിയേഴ്സ് കഴിഞ്ഞു. സൈറ്റോകൈൻ ബാരിയേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് സൈറ്റോകൈൻ ബാരിയേഴ്സ്. സൈറ്റോകൈൻ ബാരിയേഴ്സിന് എക്സാമ്പിൾ ആണ് ഇന്റർഫെറോൺസ്. ഇന്റർഫെറോൺസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്കറിയാം വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ഇന്റർഫെറോൺസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ആണ്. ഫിസിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സെല്ലുലാർ ബാരിയേഴ്സ്, സൈറ്റോകൈൻ ബാരിയേഴ്സ്. അതിന്റെ എക്സാമ്പിളും കൂടി പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്ലഡ് ഓഫ് എ മാൻ ഈസ് ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ കാനബിനോയിഡ്. നമുക്കറിയാം ഡ്രഗ്സ് എന്നുള്ള ഒരു പോർഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവ് ഫോർ കാനബിനോയിഡ്സ്, അതിന് പോസിറ്റീവ് ആയിട്ട് മാറി. നമ്മൾ പഠിച്ചിട്ടുണ്ട് കാനബിനോയിഡ്സ് ഈസ് എ ടൈപ്പ് ഓഫ് ഡ്രഗ് ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് നോൺ നർക്കോട്ടിക് ഡ്രഗ് ആണ് കേട്ടോ. നർക്കോട്ടിക് ആണ്. നർക്കോട്ടിക് ഡ്രഗിന് എക്സാമ്പിൾ ആണ് കാനബിനോയിഡ്സ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദീസ്? എന്താണ് ഈ കാനബിനോയിഡ്സ് എന്നാണ് ആദ്യത്തെ നമ്മളുടെ ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡ്രഗ് ഒബ്റ്റെയിൻ ഫ്രം പ്ലാന്റ്സ്. ഈ കാനബിനോയിഡ്സ് നമ്മൾ എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക? ഡ്രഗ്സ് ദാറ്റ് ഒബ്റ്റെയിൻ ഫ്രം പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡ്രഗ്സ് ആണ് ഈ കാനബിനോയിഡ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് എ നർക്കോട്ടിക് ഡ്രഗ്. അതൊരു നർക്കോട്ടിക് ഡ്രഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വേർ ദീസ് ആർ എക്സ്ട്രാക്റ്റഡ് നാച്ചുറലി. നമ്മൾ എവിടെ നിന്നാണ് ഇത് നാച്ചുറലി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? നമുക്ക് നാച്ചുറൽ ആയിട്ട് ഈ ഡ്രഗ് എവിടെ നിന്നാണ് ലഭിക്കുക? അതാണ് നമ്മുടെ നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതാണ് അതിന്റെ പിക്ചർ. ഓക്കെ, ഇതാണ് അതിന്റെ പിക്ചർ. ഈ ഒരു ചെടിയുടെ പേര് ഫ്രം cannabis sativa. 3 എണ്ണാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഫ്രം വേർ ദീസ് ആർ എക്സ്ട്രാക്റ്റഡ് നാച്ചുറലി. എവിടെ നിന്നാണ് ഇത് നാച്ചുറലി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതെന്നാണ്. കനാബിസ് സറ്റൈവ എന്നുള്ള ഈ ഒരു പ്ലാന്റിന്റെ ഇൻഫ്ലോറസൻസിൽ നിന്നാണ് നമ്മൾ ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഈ പ്ലാന്റിന്റെ പേരെന്താ? കനാബിസ് സറ്റൈവ എന്നാണ് കേട്ടോ. കനാബിസ് സറ്റൈവ. ഇതിന്റെ ഇൻഫ്ലോറസൻസിൽ നിന്നാണ് നമ്മൾ ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഡ്രഗ് കേട്ടോ, കാനബിനോയിഡ്സ് എന്നുള്ള ഡ്രഗ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഈ കനാബിസ് സറ്റൈവ എന്നുള്ള ഈ ഒരു പ്ലാന്റിന്റെ ഇൻഫ്ലോറസൻസിൽ നിന്നാണ്. അതാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് അഫക്റ്റഡ് ബൈ ദിസ്? ഈ ഒരു കാനബിനോയിഡ്സ് ഒരുപാട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു അവയവത്തിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഒരുപാട് ഡ്രഗ്, ഏത് ഡ്രഗ്സ് ആയാലും കോമൺ ആയിട്ട് ബാധിക്കുന്നത് ഏത് സിസ്റ്റത്തിനെയാണ്? CNS. CNS എന്താ? സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം. CNS-നെയാണ് മെയിൻ ആയിട്ടും എല്ലാ ഡ്രഗ്സും ഒരുപാട് നമ്മൾ ഇൻടേക്ക് ചെയ്താൽ അത് ബാധിക്കുന്നത് നമ്മളുടെ CNS-നെയാണ്. ഇത് എല്ലാത്തിലും കോമൺ ആണ്. ഈ കാനബിനോയിഡ്സ് ആണ് നമ്മൾ ഒരുപാട് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക പിന്നെ നമ്മളുടെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെയും കൂടിയാണ്. കാർഡിയോ വാസ്കുലാർ സിസ്റ്റം.
കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെയും കൂടി എഫക്ട് ചെയ്യാനായിട്ട് കാരണമാക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്, ഏതാണ് ക്വസ്റ്റ്യൻ? കനാബിനോയിഡ്സ് എന്നുള്ള ഈ ഒരു ഡ്രഗ് എവിടെ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക? അതൊരു നർക്കോട്ടിക് ഡ്രഗ് ആണ്, പ്ലാന്റിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുക. ആ പ്ലാന്റിന്റെ പേരാണ് കനാബിസ് സറ്റൈവ എന്നുള്ളത്. അത് മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുക CNS, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയും പിന്നെ നമ്മുടെ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെയും കൂടിയാണ് അത് എഫക്ട് ചെയ്യുക. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതാണ് കനാബിസ് സറ്റൈവ. അപ്പൊ നമുക്ക് അതിന്റെ കൂട്ടത്തില് ഈ ക്വസ്റ്റ്യനും കൂടി പഠിച്ചു പോവാം. ഡ്രഗ്സ് എന്നുള്ളൊരു പോർഷനിൽ ഇത് മാത്രം നല്ലോണം പഠിച്ചു വെച്ചാൽ മതി. റൈറ്റ് ദ എഫക്ട് ഓഫ് ദി ഫോളോയിങ് ഡ്രഗ്സ് ഇൻ ഹ്യൂമൻ ബോഡി. ഈ ഡ്രഗ്സ് എല്ലാം നമ്മൾ ഒരുപാട് ഇൻടേക്ക് ചെയ്താൽ നമ്മളുടെ ഹ്യൂമൻ ബോഡിക്ക് വരുന്ന എഫക്ട് എന്തൊക്കെയാണെന്നാണ്. ആദ്യത്തെ ഒപ്പിയോയിഡ്സ് ആണ്, നെക്സ്റ്റ് കനാബിനോയിഡ്സ്, മൂന്നാമത്തെ കൊക്കാൽക്കലോയിഡ്സ് അല്ലെങ്കിൽ കൊക്കെയിൻ. ഫസ്റ്റ് വൺ ഒപ്പിയോയിഡ്സ് ആണ്. അത് എവിടെ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക? ഫ്രം പോപ്പി പ്ലാന്റ്. ഫ്രം പോപ്പി പ്ലാന്റ്. പോപ്പി പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഇത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. മെയിൻ ആയിട്ടും എഫക്ട് ചെയ്യണത് എന്തിനെയാണ്? ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു, എല്ലാ ഡ്രഗ്സും കോമൺ ആയിട്ട് എഫക്ട് ചെയ്യുക സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിനെയും കൂടി എഫക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഡ്രഗ് ആണ് നമ്മൾ പറഞ്ഞു കനാബിനോയിഡ്സ് ആണ്. കനാബിനോയിഡ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് കനാബിസ് സറ്റൈവ എന്നുള്ള ഒരു പ്ലാന്റിൽ നിന്നാണ്. അതെന്തിനെ എഫക്ട് ചെയ്യുക? കുറച്ചു മുന്നേ പറഞ്ഞതാണ്, CNS-നെ, കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ, കൊക്കാൽക്കലോയിഡ്സ് അല്ലെങ്കിൽ കൊക്കെയിൻ. അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് കൊക്കോ പ്ലാന്റിൽ നിന്നാണ് അല്ലെങ്കിൽ എറിത്രോസൈലം കൊക്ക. അതാണ് അതിന്റെ സയന്റിഫിക് നെയിം. അതിനാണ് നമ്മൾ ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഇത് എഫക്ട് CNS. ഏതിനെ തന്നെ എഫക്ട് ചെയ്യുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് തന്നെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് മൂന്നും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സാമിന് ചോദിക്കും. എല്ലാ എക്സാമിനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. എന്തായാലും പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ്? ആദ്യത്തെ ഡിസീസ് ആണ്. ഡിസീസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പാത്തജൻ ആണ് കേട്ടോ. പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ പാത്തജൻ ആണ്. ഓർഗാനിസത്തിന്റെ പേരാണ്. തേർഡ് വൺ ഈസ് ടൈപ്പ് ഓഫ് പാത്തജൻ ആണ് കേട്ടോ. എന്ത് ടൈപ്പിൽ പെട്ട പാത്തജൻ ആണെന്നാണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. ഓരോ ഡിസീസിനെ നമ്മൾ ഈ ടൈപ്പ് ഓഫ് പാത്തജൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ 3 ബോക്സസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡിസീസ്. ഡിസീസിന്റെ പേരാണ്. ആദ്യത്തെ ടൈഫോയിഡ്. ടൈഫോയിഡ് പരത്തുന്ന പാത്തജൻ ഏതാ? പോസിറ്റീവ് ഓർഗാനിസം ഏതാ? സാൽമോണല്ല ടൈഫി. ടൈഫോയിഡ് പരത്തുന്നത് സാൽമോണല്ല ടൈഫി. ഇനി അത് എന്ത് ഡിസീസ് ആണ്? ടൈപ്പ് ഓഫ് പാത്തജൻ. ഏത് ടൈപ്പിൽ പെട്ടതാണ് അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏതാണ്? ഇറ്റ് ഈസ് എ ടൈഫോയിഡ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ്. നിങ്ങൾ ഇവിടെ ടൈപ്പ് ഓഫ് ഡിസീസ് എന്ന് പഠിച്ചാലും മതി കേട്ടോ. ടൈപ്പ് ഓഫ് ഡിസീസ് എന്ന് പഠിച്ചാലും മതി. ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ്. ഇറ്റ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ്. നെക്സ്റ്റ് വൺ ഏതാ? മലേറിയ. മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയം. മലേറിയ പരത്തുന്നത് പ്ലാസ്മോഡിയാണ്. അതെന്ത് ഡിസീസാ? പ്രോട്ടോസോവൻ ഡിസീസ് ആണ്. ഇറ്റ് ഈസ് എ പ്രോട്ടോസോവൻ ഡിസീസ്. നെക്സ്റ്റ് വൺ ഈസ് റിംഗ്വേം ഡിസീസ്. റിംഗ്വേം ഡിസീസ് പരത്തുന്നത് മൈക്രോസ്പോറം. മൈക്രോസ്പോറം അതെന്ത് ഡിസീസ് ആണ്? ഇറ്റ് ഈസ് എ ഫംഗൽ ഡിസീസ്. അതിന്റെ കാറ്റഗറി ചോദിച്ചു കഴിഞ്ഞാല് ഇറ്റ് ഈസ് എ ഫംഗൽ ഡിസീസ്. ഫംഗസ് പരത്തുന്നതാണ് ഏത്? ഈ റിംഗ്വേം ഡിസീസ്. ഇത് 3 പഠിക്കുക. 2 മാർക്കിനാണ് മാച്ച് ചെയ്യാൻ എക്സാമിന് ചോദിക്കുക. Next question, differentiate active immunity from passive immunity. Active immunity and passive immunity. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Give an example for passive immunity. Passive immunityക്ക് ഒരു എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാം. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് കേട്ടോ. അപ്പൊ ആദ്യം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പിന്നെ പാസീവ് ഇമ്മ്യൂണിറ്റി. ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇൻബോൺ ഇമ്മ്യൂണിറ്റി ആണ്. ഇൻബോൺ ഇമ്മ്യൂണിറ്റി ആണ് നമ്മുടെ ശരീരത്തിൽ ജന്മനാ നമുക്ക് കിട്ടിയ ഇമ്മ്യൂണിറ്റി ആണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണ്? ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. immunity produced by our own cells.
നമ്മുടെ സ്വന്തം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആണ് ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ഓൺ സെൽസ്. നമ്മുടെ ശരീരത്തിലുള്ള സെൽസ് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യണ ഇമ്മ്യൂണിറ്റി ആണ് ഏത് ഇമ്മ്യൂണിറ്റി? ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. ലോങ് ലാസ്റ്റിംഗ് ആണ്, ബട്ട് എന്താണ്, പ്രൊഡ്യൂസ് ചെയ്യാൻ ടൈം എടുക്കും. ഇറ്റ് ടേക്സ് ടൈം ഫോർ പ്രൊഡ്യൂസിങ് ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പക്ഷെ എന്താ പ്രശ്നം? ടൈം എടുക്കും. ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ടൈം എടുക്കും. ഓക്കെ, എക്സാമ്പിൾ ഏതെഴുതാം? ഇമ്മ്യൂണിറ്റി against chicken pox. ഇമ്മ്യൂണിറ്റി against chicken pox. ചിക്കൻ പോക്സിന്, ബോക്സ് അല്ല പോക്സ് ആണ് കേട്ടോ, ചിക്കൻ പോക്സിന് എതിരായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണ ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ചിക്കൻ പോക്സ് ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്താ? ലോങ് ലാസ്റ്റിംഗ് ആണ്, നമ്മുടെ ബോഡിയിലുള്ള സെൽസ് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും. എക്സാമ്പിൾ, നിങ്ങളൊരു എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് ചിക്കൻ പോക്സ് അല്ലേ? ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് ഒന്നും പോയി കാണുന്നില്ല, നമ്മൾ വാക്സിൻ എടുക്കണില്ല, ഒന്നും ചെയ്യണില്ല. നമ്മുടെ ശരീരത്തിലുള്ള സെൽസ് സ്വന്തമായി അതിനെതിരെയുള്ള ആന്റിബോഡീസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്തോളും. ലോങ് ലാസ്റ്റിംഗ് ആണ് അല്ലേ? ഒരുപാട് തവണ ഈ ഇങ്ങനെ ചിക്കൻ ബോക്സ് വന്നുകൊണ്ടിരിക്കുവോ? ഇല്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് അതിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞു. ഒരുപാട് കാലം നമ്മളിൽ അതുണ്ടാവും നമ്മളിൽ. അതുകൊണ്ടാണ് ലോങ് ലാസ്റ്റിംഗ്. പിന്നെ എന്താണ് നെക്സ്റ്റ് പോയിന്റ്? ടേക്ക് ടൈം ഫോർ ഫോർമേഷൻ. ശരിയല്ലേ? ആ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് ടൈം ഒക്കെ എടുക്കും, എന്നാലും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമ്മളിൽ അത് ഉണ്ടാവും. ഓക്കെ, അതാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. നെക്സ്റ്റ് ഒന്നാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇത് നമ്മളുടെ സെൽസ് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്തതാണെങ്കിൽ ഇതെന്താണ്? റെഡിമെയ്ഡ് ആന്റിബോഡീസ് are injected into our body. റെഡിമെയ്ഡ് ആന്റിബോഡീസ്, നമ്മുടെ ബോഡി സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തതല്ല, റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസിനെ ഇൻജെക്ട് ചെയ്യാണ് നമ്മുടെ ബോഡിയിലോട്ട്. അതാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഈ ടേക്ക് ടൈം ഫോർ പ്രൊഡ്യൂസിങ് ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇവിടെ ഇമ്മീഡിയറ്റ് റിലീഫ്, പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും? ഒരു റിലീഫ് കിട്ടും. ഇമ്മീഡിയറ്റ് റിലീഫ് എല്ലാം കിട്ടും. പിന്നെ ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. നമ്മൾ ഇവിടെ പഠിച്ചത് ലോങ് ലാസ്റ്റിംഗ് ആണ്, പക്ഷെ ഇത് ഫോർ എ ഷോർട്ട് പീരീഡ്, ഒരു ഷോർട്ട് പീരീഡ് മാത്രമേ നമ്മളിൽ ഈ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ, പിന്നെ അത് നഷ്ടപ്പെടും. ഒരു എക്സാമ്പിൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. പാസീവ് ഇമ്മ്യൂണിറ്റി എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാല് ഇമ്മ്യൂണിറ്റി ദാറ്റ് ഒബ്റ്റെയിൻ ഫ്രം മദർ, അല്ലെങ്കിൽ എന്താ പറയാ, മദർ ടു ഫീറ്റസ്, കൊളസ്ട്രോം വഴി കിട്ടുന്ന ഇമ്മ്യൂണിറ്റി അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ അത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. എക്സാമ്പിൾ ഏതാ? ഇമ്മ്യൂണിറ്റി ഒബ്റ്റെയിൻഡ് ഫ്രം കൊളസ്ട്രോം. ഇമ്മ്യൂണിറ്റി obtained from colostrum. അതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു എക്സാമ്പിൾ ആണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റിക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡി സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഇവിടെ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ തന്നെ പറഞ്ഞ എക്സാമ്പിൾ ആണ് ഇമ്മ്യൂണിറ്റി ദാറ്റ് ഒബ്റ്റെയിൻ ഫ്രം കൊളസ്ട്രോം. കൊളസ്ട്രത്തിന് കൊച്ചിന് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി. അത് ഏത് ഇമ്മ്യൂണിറ്റി ആണ്? ഒരു പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. നമ്മുടെ സെൽസ് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇതേ കിടക്കുന്നു, ചിക്കൻ ബോക്സിനെതിരായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും ഈ ഒരു ഡയഗ്രാം തന്നെ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് അതിനൊരു എക്സാമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ മോളിക്കുലർ സ്ട്രക്ചർ ഗിവൻ ഇൻ ദ ഫിഗർ. ഇവിടെ സ്ട്രക്ചർ തന്നിട്ടുണ്ട് അല്ലേ? കണ്ടില്ലേ? ഈ ഒരു സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ സ്ട്രക്ചറിന്റെ പേര് മാത്രം എഴുതിയാൽ മതി. കൈ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ, അത് കണ്ടു കഴിഞ്ഞാൽ മക്കളെ സ്ട്രക്ചർ ഏതാ? സ്ട്രക്ചർ ഓഫ് ആന്റിബോഡി. സ്ട്രക്ചർ ഓഫ് ആന്റിബോഡി ഇതേതാണ്? സ്ട്രക്ചർ ഓഫ് ആന്റിബോഡി. ആന്റിബോഡിയുടെ സ്ട്രക്ചർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ റീജിയൻസ് ലാബിൾഡ് ആസ് എ, ബി ആൻഡ് സി. എ, ബി, സി എന്ന് 3 ലാബിലിംഗ് അവിടെ ഉണ്ട്. അപ്പൊ ഏതാണ് അതെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ. കിടക്കുന്നു എ, ബി, സി.
ഓക്കെ, ഏതാ ഏതാ ഇത് ഏത് സൈറ്റാ? ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്. ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്. ഈ ഒരു സൈറ്റിൽ വെച്ചിട്ടാണ് ആന്റിബോഡി ആന്റിജനെ എന്ത് ചെയ്യുന്നത്? ബൈൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. പിന്നെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ബി ഏതാണെന്നാണ്. ബി ഏതാണ്? ലൈറ്റ് ചെയിൻ ആണ്. ബി ഏതാണ്? ലൈറ്റ് ചെയിൻ. ലൈറ്റ് ചെയിൻ സ്മോൾ ആണ്. 2 ലൈറ്റ് ചെയിൻ ഉണ്ട്, ദേ എടുക്കുന്നു. 2 ലൈറ്റ് ചെയിൻ, ഇവിടെയും ഇവിടെയും 2 ലൈറ്റ് ചെയിൻ ഉണ്ട്. ഇത് ഏതാ ചെയിൻ? സി ഏതാ? ഹെവി ചെയിൻ. സി ഈസ് ഹെവി ചെയിൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്തിന്റെ സ്ട്രക്ചർ? സ്ട്രക്ചർ ഓഫ് എൻ ആന്റിബോഡി. സ്ട്രക്ചർ ഓഫ് എൻ ആന്റിബോഡി. ഇവിടെ ആന്റിജൻ ബൈൻഡിങ് സൈറ്റ് ആണ്, പിന്നെ ലൈറ്റ് ചെയിൻ ഉണ്ട്, ഹെവി ചെയിൻ ഉണ്ട്. ഇത്രയേ ഉള്ളൂ സ്ട്രക്ചർ ഓഫ് എൻ ആന്റിബോഡി. എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ലിംഫോയിഡ് ഓർഗൻസ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഇമ്മ്യൂണിറ്റി. നമുക്കറിയാം ലിംഫോയിഡ് ഓർഗൻസ് ഇമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പങ്ക് വഹിക്കുന്ന ആളുകളാണ് ഈ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. Where maturation and proliferation of lymphocyte take place. അവിടെ വെച്ചിട്ടാണ് ഈ ലിംഫോസൈറ്റിന്റെ മെച്ചുറേഷൻ എല്ലാം നടക്കുന്നത്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. What are the primary lymphoid organs? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? What are the primary lymphoid organs? ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിന്റെ പേര് എഴുതാനാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം തന്നെ ഒറിജിൻ ആൻഡ് മെച്ചുറേഷൻ ഒക്കേഴ്സ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ഏതൊക്കെയാണ് മക്കളെ? ബോൺ മാരോ ആൻഡ് തൈമസ് ഗ്ലാൻഡ്. ബോൺ മാരോ മജ്ജ, പിന്നെ തൈമസ് ഗ്ലാൻഡും ആണ് എന്തിന് എക്സാമ്പിൾ? ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name the lymphoid tissue located within the lining of major tract. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. Name the lymphoid tissue located. lymphoid ടിഷ്യൂവിന്റെ പേര് എഴുതാനാ പറഞ്ഞേക്കുന്നേ. എവിടെയുള്ള lymphoid ടിഷ്യൂ ആണ്? Within the lining of major tract. മേജർ ട്രാക്ട് ആയിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്ട്, പിന്നെ ഗ്യാസ്ട്രോ ട്രാക്റ്റില്, പിന്നെ എവിടെയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൊക്കെ ഉള്ള ആ ഒരു ടിഷ്യൂവിന്റെ ലിംഫോയിഡ് ടിഷ്യൂവിന്റെ പേര് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ടിഷ്യൂവിന്റെ പേര് എന്താ മക്കളെ? മാൾട്ട് ആണ് കേട്ടോ, മാൾട്ട് ആണ്. ഇവിടെ തന്നെ എഴുതാം, മാൾട്ട് ആണ്. MALT. ഫുൾ ഫോം പഠിക്കണം. മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What are the secondary lymphoid organs which provide signs for interaction of lymphocyte with the pathogen? അപ്പൊ നമുക്കറിയാം ആരുടെയാണ് നമ്മുടെ സെക്കൻഡറി ലിംഫോയിഡ് ഫംഗ്ഷൻ എന്താണ്? ആന്റിജൻ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സൈറ്റ് ആണത്. അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. എക്സാമ്പിൾസ് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക. സ്പ്ലീൻ, സ്പ്ലീൻ പ്ലീഹ എന്ന് പറയും. പിന്നെ ലിംഫ് നോഡ്, ടോൺസിൽസ്, പെയേഴ്സ് പാച്ചസ് ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഇതാണ് ഇതിന് എക്സാമ്പിൾ. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിന് എക്സാമ്പിൾ ആണ് ബോൺ മാരോ ആൻഡ് തൈമസ് ഗ്ലാൻഡ്. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിന് എക്സാമ്പിൾ ആണ് സ്പ്ലീൻ, ലിംഫ് നോഡ്, ടോൺസിൽ, പെയേഴ്സ് പാച്ചസ് ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഇത്രയും പഠിച്ചു വെക്കുക, ചോദിക്കാറുണ്ട്. എക്സാമ്പിൾസ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാലിഗ്നന്റ് ട്യൂമർ ആൻഡ് ബെനിങ് ട്യൂമർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു പേര് കേട്ടാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. മാലിഗ്നന്റ് ട്യൂമറും ബെനിങ് ട്യൂമറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം. ഫസ്റ്റ് വൺ ഈസ് മാലിഗ്നന്റ് ട്യൂമർ. മാലിഗ്നന്റ് ട്യൂമർ. നെക്സ്റ്റ് വൺ ഏതാ? ബെനിങ് ട്യൂമർ. ഓക്കെ, മാലിഗ്നന്റ് ട്യൂമറിന്റെ വേറെ പേരാണ് ഇറ്റ് ഈസ് എൻ ക്യാൻസറസ് ട്യൂമർ. ഡേഞ്ചറസും ആണ്, ക്യാൻസറസ് ട്യൂമർ ആണ്. ബെനിങ് ട്യൂമർ നോൺ ക്യാൻസറസ് ട്യൂമർ ആണ്. നോൺ ക്യാൻസറസ് ട്യൂമർ ആണ്. ഇനി മാലിഗ്നന്റ് ട്യൂമറിന്റെ പ്രത്യേകത എന്താ? അത് ഈ മാലിഗ്നന്റ് ട്യൂമർ എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ്. അപ്പോ ആ ഒരു ട്യൂമറിന്റെ പ്രത്യേകത അതെന്ത് ചെയ്യും? സറൗണ്ടിങ് ടിഷ്യൂസിൽ മൊത്തം അങ്ങോട്ട് വ്യാപിക്കും. മെറ്റാസ്റ്റേസിസ് ഉള്ള ഒരു പ്രോപ്പർട്ടി കാട്ടുന്നതാണ് ഈ ഒരു മാലിഗ്നന്റ് ട്യൂമറിൽ പെട്ട ആ ഒരു ട്യൂമേഴ്സ് എല്ലാം. അവരെന്താ ചെയ്യാ? മൊത്തത്തിലുള്ള ആ ഒരു ടിഷ്യൂസിലേക്കും അതർ സെൽസിലേക്കും
ഫുൾ ഓർഗൻസിലേക്ക് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. എന്ത് വഴി? ബോഡി ഫ്ലൂയിഡ്സ് വഴി സ്പ്രെഡ് ചെയ്യുന്ന പറയണേ. ഓക്കെ, ഇനി ഇതാണെന്നുണ്ടെങ്കിൽ ബെനിങ് ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ നോൺ ക്യാൻസറസ് ട്യൂമർ ആണ്. അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് അതിന്റെ ഒറിജിനൽ ലൊക്കേഷനിൽ മാത്രമേ നിൽക്കുള്ളൂ. അതിനെന്തില്ല? ഈ സ്പ്രെഡിങ് ഇല്ല. അപ്പൊ അതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മാലിഗ്നന്റ് ട്യൂമർ എന്താ പറഞ്ഞേ? ഇറ്റ് സ്പ്രെഡ് around surrounding tissues and damage tissues. ഓക്കെ, ഇതാണെന്നുണ്ടെങ്കിൽ remain their original location. ഇത് അതിന്റെ ഒറിജിനൽ ലൊക്കേഷനിൽ മാത്രമേ നിൽക്കുള്ളൂ. എന്ത് ചെയ്യില്ല? വ്യാപിക്കില്ല, മൊത്തത്തിൽ വ്യാപിക്കില്ല. അപ്പൊ ഇതിൽ ഏതാ ഡേഞ്ചറസ് ചോദിച്ചു കഴിഞ്ഞാൽ മാലിഗ്നന്റ് ട്യൂമർ ആണ്. വെരി ഡേഞ്ചറസ് ട്യൂമർ ആണ്. അതിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്കിൻ ക്യാൻസർ ആണ്. സ്കിൻ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഇത് ബെനിങ് ട്യൂമറും ഇത് മാലിഗ്നന്റ് ട്യൂമറും ആണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഡേഞ്ചറസ് ആണ്. ഇത് എന്ത് ചെയ്യും? സറൗണ്ടിങ് ടിഷ്യൂട്ട് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. ഇത് എന്ത് ചെയ്യില്ല? ഡു നോട്ട് സ്പ്രെഡ് ചെയ്യില്ല. ഒറിജിനൽ ലൊക്കേഷനിൽ മാത്രമേ നിൽക്കുള്ളൂ. റിമെയിൻ ദെയർ ഒറിജിനൽ ലൊക്കേഷൻ, അവിടെ തന്നെ നിൽക്കുന്നതാണ്. ഇത് സ്പ്രെഡ് ചെയ്യുന്നതാണ്. സറൗണ്ടിങ് ടിഷ്യൂസിൽ മൊത്തം വ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു ട്യൂമർ ആണ്. അപ്പൊ അതാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ ഡിസീസ് ആൻഡ് റൈറ്റ് ദ പോസിറ്റീവ് ഓർഗാനിസം ഓഫ് ദിസ് ഡിസീസ്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ഡിസീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ലപോലെ പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഈ ഒരു ഡിസീസ്? മക്കളെ, ഈ പേര് ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് അതിന്റെ ഇംഗ്ലീഷ് പേരെന്താണ്? അതിന്റെ ഇംഗ്ലീഷ് പേരെന്താ? ഫൈലേരിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് എന്നാണ്. ഇനി നമ്മളോട് പാത്തജൻ പോസിറ്റീവ് ഓർഗാനിസത്തിന്റെ പേര് വെച്ചിട്ടുണ്ട്. ഏതാ മക്കളെ? ബുച്ചറേറിയ ബാങ്ക്രോഫ്റ്റി ആണ് ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ പാത്തജന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മദേഴ്സ് മിൽക്ക് ഈസ് കൺസിഡേർഡ് എസെൻഷ്യൽ ഫോർ ന്യൂ ബോൺ ഇൻഫാന്റ്. നമുക്കറിയാം അമ്മമാരുടെ ആദ്യത്തെ ആ ഒരു മിൽക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ബോൺ ആ ഒരു ന്യൂ ബോൺ ബേബീസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെയിം ദ ഫ്ലൂയിഡ് സെക്രീറ്റഡ് ബൈ മദർ ഫ്രം ബ്രസ്റ്റ് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. അപ്പൊ അമ്മയുടെ ശരീരത്തിൽ നിന്ന് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷന്റെ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു യെല്ലോ സബ്സ്റ്റൻസിലുള്ള മിൽക്ക് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പേരെന്താ? മക്കളെ? കൊളസ്ട്രം ആണ് ആ ഫസ്റ്റ് മിൽക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഇറ്റ് പ്രൊവൈഡ്സ്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റിയുടെ പേര് ഏതാണ്? അത് ഏത് ഇമ്മ്യൂണിറ്റി ആണ്? പാസീവ് ഇമ്മ്യൂണിറ്റി ആണോ അതോ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണോ? ഇറ്റ് ഈസ് എ പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, പാസീവ് ഇമ്മ്യൂണിറ്റി. ഇങ്ങനെ പഠിച്ചു വെക്ക. അമ്മ കുഞ്ഞിലോട്ട് പാസ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആണ് അല്ലെ? അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റി ആണ്. സോ ഇറ്റ് ഈസ് എ പാസീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consumption of drug and alcohol affected the person's mental and physical health very badly. ഒരുപാട് നമ്മൾ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ഫുൾ ആയിട്ട് അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? ഒരുപാട് ഈ ഡ്രഗ്സ് കൺസെപ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. List the warning sign of alcohol or drug abuse. എന്താണ്? നമുക്ക് എങ്ങനെ ഒരാൾ ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ ആൾ ഒരു ഡ്രഗിന് അഡിക്റ്റ് ആണെന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? അതിനുള്ള ചില അപകടകരമായിട്ടുള്ള സൂചനകളെല്ലാം ഉണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താ? ഡ്രോപ്പ് ഇൻ അക്കാഡമിക് പെർഫോമൻസ്. നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് തന്നെ ആ അക്കാഡമിക്സ് പരമായിട്ട് വളരെ പുറകോട്ട് പോവുക. രണ്ടാമത്തെ എന്താ നോക്കാം? അൺഎക്സ്പ്ലെയിൻഡ് ആബ്സെൻസ് ഫ്രം സ്കൂൾ ഓർ കോളേജ്. ഒരു കാരണവും ഇല്ലാണ്ട് സ്ഥിരമായിട്ട് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക? സ്ഥിരമായി ആബ്സെന്റ് ആവുക. അതൊരു റീസൺ ആയിട്ട് പറയാം. അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഡിപ്രഷൻ.
കൂടുതൽ ഒരു കുട്ടി ഇപ്പൊ നമ്മളുടെ ഫ്രണ്ട്സ് ആണ്, നമുക്ക് അറിയുന്ന ഒരു കുട്ടിയാണ്, ഒരുപാട് നാളായിട്ട് ആ കുട്ടി അങ്ങനെയല്ല, പക്ഷെ ഇപ്പൊ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മൂഡ് സ്വിങ്സ് അല്ലേ, ഈ ഡ്രഗ് അഡിക്റ്റിനൊക്കെ ഫുൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് മൂഡ് സ്വിങ്സ്. അത് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. നെക്സ്റ്റ് വൺ ഈസ് ചേഞ്ച് ഇൻ വെയിറ്റ്. പെട്ടെന്ന് വെയിറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, വെയിറ്റ് എന്ത് ചെയ്യുക, കുറയാം. നെക്സ്റ്റ് വൺ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീൻ. നമ്മൾ എപ്പോഴും പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ആ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് മുടിയെല്ലാം വളർത്തി നഖമൊന്നും വെട്ടാണ്ട് ഒരു കുളിക്കാണ്ടൊക്കെ വരില്ലേ, അങ്ങനെ ഒരു എന്താ പറയാ ഒട്ടും ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഹെൽത്തും പിന്നെ അതേപോലെ ഹൈജീനും ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യാണ്ട് വരുന്ന ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു സൈൻ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കാനായിട്ട് പറ്റും. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ, അത് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which are the chemicals produced during allergy? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലർജി എന്താണ്? ഹൈപ്പർ സെൻസിറ്റിവിറ്റി ടു സർട്ടൈൻ സബ്സ്റ്റൻസ് ആണ് അലർജി എന്ന് പറയുന്നത്. അപ്പൊ അലർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോ, അലർജി വരുമ്പോ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിന്റെ പേര് എന്താണ്? എന്തൊക്കെയാണ്? ഹിസ്റ്റമിനും പിന്നെ സെറാട്ടോണിനും ആണ്. ഹിസ്റ്റമിനും സെറാട്ടോണിനും ആണ് രണ്ട് സബ്സ്റ്റൻസ് പഠിക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ എനി 4 measures useful for prevention and control of alcohol and drug abuse. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന കാര്യമാണ്. 2 മാർക്കാണ് കേട്ടോ, 2 മാർക്കിനാണ് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദിക്കാറുണ്ട്. മാർക്ക് കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് ഇടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എന്താ നോക്കാം? അവോയ്ഡ് പ്രഷർ. ഒരു കുട്ടിക്ക് മേലുള്ള ഓവർ ആയിട്ടുള്ള എന്ത് പ്രിവെന്റ് ചെയ്യാം? പ്രഷർ പ്രിവെന്റ് ചെയ്യാം. ഇപ്പൊ പല ടൈപ്പിലുള്ള പ്രഷേഴ്സ് ആവാം. ഇപ്പൊ ജോബിലുള്ള പ്രഷർ ആവാം, പിന്നെ ഇപ്പൊ സ്റ്റഡീസിലുള്ള പ്രഷർ ആവാം, വീട്ടിൽ നിന്നുള്ള പ്രഷർ ആവാം. അപ്പൊ ആ ഒരു പ്രഷർ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ്, ക്രിയേറ്റ് അവയർനെസ് കൊടുക്കുക അല്ലെ, അവയർനെസ് പ്രോഗ്രാംസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. മൂന്നാമത്തെ എന്താ? എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് അല്ലെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ ഡ്രഗും ആൽക്കഹോളൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ പറ്റിയിട്ടല്ല എന്ത് കൊടുക്കുക? ഒരു എഡ്യൂക്കേഷനും കൗൺസിലിംഗും എല്ലാം കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരന്റ്സ് ആൻഡ് പിയേഴ്സ്. നമ്മുടെ പിയർ ഗ്രൂപ്പ് ഉണ്ടാവില്ല എല്ലാവർക്കും, ആ പിയർ ഗ്രൂപ്പിൽ നിന്നോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു ഹെൽപ്പ് എല്ലാം ചോദിക്കുക, ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ്, സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ്. പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ആയിട്ടുള്ള ഹെൽപ്പുകൾ തേടാം. ഇപ്പൊ സൈക്കോളജിസ്റ്റിനെ ഒക്കെ നമുക്ക് പോയി കാണാം, വേണ്ട രീതിയിൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം, ഓരോ സെഷൻസ് അറ്റൻഡ് ചെയ്യൊക്കെ നമുക്ക് ചെയ്യാം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഒരു പ്രിവെൻഷൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ ടേം എയ്ഡ്സ്. എന്താണ്? എയ്ഡ്സിന്റെ ഫുൾ ഫോം എഴുതാനാണ് ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് എന്ന് വെച്ചാൽ എന്താ? എക്സ്പാൻഡ് ചെയ്യാം. എന്താ ചെയ്യാ? ഫുൾ ഫോം എഴുതുക. എന്തിന്റെ? എയ്ഡ്സിന്റെ ഫുൾ ഫോം എഴുതുക. മെൻഷൻ ദ നെയിം ഓഫ് വൈറസ് ദാറ്റ് കോസസ് എയ്ഡ്സ്. എയ്ഡ്സിന് കാരണമാക്കുന്ന വൈറസിന്റെ പേര് കൂടി എഴുതാം. ഓക്കെ, സിമ്പിൾ അല്ലേ? എല്ലാവർക്കും അറിയുന്നതാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം. എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്താ? അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. acquired immunodeficiency syndrome. അതാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ വൈഡ്ലി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. നെയിം ദ വൈറസ് ദാറ്റ് കോസസ് എയ്ഡ്സ്. എയ്ഡ്സിന് കാരണമാകുന്നത് ഒരു റിട്രോ വൈറസ് ആണ്. ആ വൈറസിന്റെ പേരെന്താണ്? ബി ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, അതിന്റെ ഒപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ വൈറസിന്റെ പേര് എന്താണ്? HIV. HIVയുടെ ഫുൾ ഫോം എന്താ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അതാണ് HIV-യുടെ ഫുൾ ഫോം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? ഇനി ബി ക്വസ്റ്റ്യൻ, നെയിം ദ വൈഡ്ലി യൂസ്ഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ എയ്ഡ്സ്. എയ്ഡ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റിന്റെ പേര് ഏതാണ്? ടെസ്റ്റിന്റെ പേര് എന്താണ്? എലീസ എന്നാണ്. എലീസയുടെ ഫുൾ ഫോം പഠിക്കണം. എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസ്സേ. ഇതാണ് എലീസയുടെ ഫുൾ ഫോം. പേരും പഠിക്കാം, ഫുൾ ഫോമും പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ലിസ്റ്റ് ഔട്ട് ദ പ്രാക്ടീസസ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് എയ്ഡ്സ്. എയ്ഡ്സ് തടയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? പ്രിവെന്റീവ് മെത്തേഡ് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? സി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിസ്പോസിബിൾ ആയിട്ടുള്ള നീഡിൽസും സിറിഞ്ചസും യൂസ് ചെയ്യാം. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. യൂസ് ഡിസ്പോസിബിൾ നീഡിൽസ്
and syringes only. അത് മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ? ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടോംസ്. ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടോംസ്. നമുക്കറിയാം എയ്ഡ്സ് എല്ലാം ബോഡി ഫ്ലൂയിഡ്സ് വഴിയാണ് പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പോ ഈ സെക്ഷൽ ഇന്റർകോഴ്സ് അതിനുള്ള ഒരു കാരണമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? STDs യൂസ് ചെയ്യാം അല്ലെ? എന്ത് യൂസ് ചെയ്യാം? ഒരു STD മാത്രമാണ് നമ്മളുടെ ഈ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് മാത്രമാണ്. ഒരു കാര്യം, ഈ കോണ്ടംസ് യൂസ് ചെയ്താൽ മാത്രമാണ് എന്തിന്ന് പ്രിവെന്റ് ചെയ്യുക? STDന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ് അത് നമുക്ക് സംഘടിപ്പിക്കാം. പിന്നെന്താണ്? യൂസ് ഡിസ്പോസിബിൾ നീഡിൽസ് ആൻഡ് സിറിഞ്ചസ് ഓൺലി. പിന്നെ നമുക്ക് ഒരു പോയിന്റും കൂടി എഴുതാം. മേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സേഫ് ഫ്രം HIV. നമ്മൾ ബ്ലഡ് എല്ലാം ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അതെല്ലാം HIV സേഫ് ആയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു പോയിന്റും കൂടി എഴുതാട്ടോ. മേക്ക് blood transfusion safe from HIV. ഓക്കെ, ഇപ്പോ എല്ലാ ഹോസ്പിറ്റൽസിലും ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എല്ലാം ഈ HIV എന്നെല്ലാം ഇതുപോലെ തന്നെയാണ്, നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് അല്ലേ? എല്ലായിടത്തും ഇപ്പൊ ഈ കേസൊക്കെ വളരെ കുറവാണ്. ഈ ബോഡി ഫ്ലൂയിഡ്സ് വഴി, ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയൊക്കെ നമ്മളുടെ എയ്ഡ്സ് പകരുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതൊക്കെ അതിലൊക്കെ നമ്മളുടെ ഈ കേരളമൊക്കെ നന്നായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലാണ് കേട്ടോ ഇപ്പോ. അപ്പൊ ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇന്ന് മിസ് പറഞ്ഞു ഇത്രയും ക്വസ്റ്റ്യൻസ് നല്ല പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഒരു 6 മാർക്കാണ്. ആ 6 മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ നല്ലപോലെ എല്ലാവരും പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് മാത്രം നല്ലപോലെ ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.